ഹായ് ഹായ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ നോൺ ലീനിയർ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ജനറൽ നോൺ ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ റിസൾട്ടാണ്, ഒരു തിയറമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പം പ്രോബ്ലത്തിൽ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്, solve the iconal equation p square plus q square equal to n naught square with initial condition u of x 2x is equal to 1. അപ്പം ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ എന്നുള്ളത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എൻ നോട്ട് സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ജനറൽ നോൺ ലീനിയർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതണം. എഫ് ഓഫ് എക്സ് വൈ യു പി ക്യൂ എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എൻ നോട്ട് സ്ക്വയർ എന്നുള്ളതിനെ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് എൻ നോട്ട് സ്ക്വയർ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് എക്സ് വൈ യു പി ക്യൂ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് എൻ നോട്ട് സ്ക്വയർ ഈക്വൽ ടു 0. Now we have to write the characteristic equations to solve the non-linear equation. We have to write the characteristic equations. The characteristic equations are xt equal to fp, yt equal to fq, ut is equal to pfp plus qfq, pt is equal to minus fx minus pfu, qt is equal to minus fy qfu. So xt equal to fp equal to f equal to p square plus q square minus n naught square. Therefore xt is equal to, xt equal to fp equal to 2p, yt equal to fq equal to 2q, ut equal to pfp plus qfq, that's equal to p into 2p plus q into 2q, it's equal to 2 into p square plus q square, it's equal to 2 n naught square. Now pt is equal to minus fx minus pfu എന്നാണ് വരുന്നത്. ഇവിടെ f is independent of x and u, so we can write pt is equal to 0 and qt equal to 0. Now the given initial conditions are u of x 2x is equal to 1. Therefore the initial condition for x y u can be written as u of x0 equal to s, y of 0s is equal to 2s, u of 0s is equal to 1. ഇത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലെല്ലാം ക്യാരക്ടറിസ്റ്റിക് മെത്തേഡ്സ് ഉപയോഗിച്ച സമയത്തെല്ലാം നമ്മൾ എഴുതിയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? പിക്കും ക്യൂക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിയറത്തിൻ്റെ പ്രൂഫിൽ നമ്മൾ ഇക്വേഷൻ 6 and 7 എന്നുള്ള ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. യു നോട്ട് ഡാഷ് എസ് ഇസ് ഈക്വൽ ടു പി നോട്ട് എസ് ഇൻറ്റു എക്സ് നോട്ട് ഡാഷ് എസ് പ്ലസ് ക്യൂ നോട്ട് എസ് ഇൻറ്റു വൈ നോട്ട് ഡാഷ് എസ് എന്നുള്ളതും എഫ് ഓഫ് എക്സ് നോട്ട് എസ് വൈ നോട്ട് എസ് യു നോട്ട് എസ് പി നോട്ട് എസ് ക്യൂ നോട്ട് എസ് ഈക്വൽ ടു 0 എന്നുള്ള ഈ രണ്ട് ഇക്വേഷൻസ് 6 and 7 എന്നുള്ളത് നമ്മളുടെ തിയറത്തിൻ്റെ പ്രൂഫിൽ എഴുതിയ രണ്ട് ഇക്വേഷൻസ്. വി ആർ യൂസിങ് ദാറ്റ് ഇക്വേഷൻസ് ആൻഡ് റെഫറിങ് ആറ്റ് ഇറ്റ് ആസ് ഇക്വേഷൻ എ ആൻഡ് ബി. അപ്പം ഇക്വേഷൻ എയിൽ നമുക്ക് യു നോട്ട് ഡാഷ് എസ് യു നോട്ട് എസ് എന്ന് പറയുന്നത് യു ഓഫ് 0s ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് യു നോട്ട് ഡാഷ് എസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് നോട്ട് എസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് 0s ഇസ് ഈക്വൽ ടു എസ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എക്സ് നോട്ട് ഡാഷ് എസ് ഇസ് ഈക്വൽ ടു 1 ആണ്. വൈ നോട്ട് ഡാഷ് എസ് ഇസ് ഈക്വൽ ടു 2 ആയിരിക്കും. Therefore ഇക്വേഷൻ എ ഇംപ്ലൈസ് പി നോട്ട് 0 ഈക്വൽ ടു യു നോട്ട് ഡാഷ് എസ് എന്ന് പറയുന്നത് 0 ആയി 0 ഈക്വൽ ടു പി നോട്ട് എസ് ഇൻറ്റു 1 പ്ലസ് ക്യൂ നോട്ട് എസ് ഇൻറ്റു 2, വിച്ച് ഇംപ്ലൈസ് പി ഓഫ് 0s പ്ലസ് q of 2 into q of 0s is equal to 0 എന്ന് കിട്ടി. We are putting it as equation C. And equation B, f of x y നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ യു പി ക്യൂ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് എൻ നോട്ട് സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് എക്സ് നോട്ട് വൈ എക്സ് വൈ യു പി ക്യൂ എന്നുള്ളതിന് പകരം എക്സ് നോട്ട് വൈ നോട്ട് യു നോട്ട് പി നോട്ട് ക്യൂ നോട്ട് എന്നുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി നോട്ട് എസ് സ്ക്വയർ പ്ലസ് ക്യൂ നോട്ട് എസ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ നോട്ട് സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് P0s ഹോൾ സ്ക്വയർ പ്ലസ് Q0s ഹോൾ സ്ക്വയർ ഈക്വൽ ടു N0 സ്ക്വയർ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും.
അപ്പോൾ ഇതിൽ നമുക്ക് ഇക്വേഷൻ സിയിൽ എഴുതിയത് നമ്മൾ തൊട്ട് മുമ്പേയുള്ള ഇക്വേഷൻ ഏത് പി ഓഫ് 0s ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്യൂ ഓഫ് 0s എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് ക്യൂ ഓഫ് 0s ഇസ് ഈക്വൽ ടു മൈനസ് പി ഓഫ് 0s ബൈ 2 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഡിനെ ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് 0s ഹോൾ സ്ക്വയർ പ്ലസ് ക്യൂ ഓഫ് 0s എന്നുള്ളതിന് പകരം മൈനസ് പി ഓഫ് 0s ഡിവൈഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ നോട്ട് സ്ക്വയർ എന്ന് കിട്ടി. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പി ഓഫ് 0s ഇസ് ഈക്വൽ ടു 2 എൻ നോട്ട് ബൈ റൂട്ട് 5 എന്നുള്ളത് കിട്ടി. അപ്പം അതിൽ നിന്ന് ക്യൂ 0s ഇസ് ഈക്വൽ ടു മൈനസ് പി 0s ഡിവൈഡ് ബൈ 2 എന്നാണ് വരുന്നത്. അതുകൊണ്ട് പി ഓഫ് 0s ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് 0s ഇസ് ഈക്വൽ ടു മൈനസ് എൻ നോട്ട് ബൈ റൂട്ട് 5 എന്ന് കിട്ടി. ക്യൂ ഓഫ് 0s ഇസ് ഈക്വൽ ടു 2 എൻ നോട്ട് ബൈ റൂട്ട് 5, ക്യൂ ഓഫ് 0s ഇസ് ഈക്വൽ ടു മൈനസ് എൻ നോട്ട് ബൈ റൂട്ട് 5. ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് കിട്ടി. അതായത് എക്സ് ഓഫ് 0s ഇസ് ഈക്വൽ ടു എസ്, വൈ ഓഫ് 0s ഇസ് ഈക്വൽ ടു 2s, യു ഓഫ് 0s ഇസ് ഈക്വൽ ടു 1, പി ഓഫ് 0s ഇസ് ഈക്വൽ ടു 2 എൻ നോട്ട് ബൈ റൂട്ട് 5, ക്യൂ ഓഫ് 0s ഇസ് ഈക്വൽ ടു മൈനസ് എൻ നോട്ട് ബൈ റൂട്ട് 5 എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് കിട്ടി. ഇനി നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസിൽ നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസിന് നമ്മൾ ഇക്വേഷൻ 2 എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇക്വേഷൻസ് വരുന്ന എക്സ് ടി ഈക്വൽ ടു 2p, വൈ ഈക്വൽ ടു 2q, യു ടി ഈക്വൽ ടു 2n നോട്ട് സ്ക്വയർ, പി ടി ഈക്വൽ ടു 0, ക്യൂ ടി ഈക്വൽ ടു 0 എന്നുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ എക്സ് ടി ഈക്വൽ ടു 2p എന്നുള്ളതിനെ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 2p എന്നുള്ള ഒരു അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാണ് വേണ്ടത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് എക്സ് ടി ഈക്വൽ ടു 2p, വൈ ടി ഈക്വൽ ടു 2q, യു ടി ഈക്വൽ ടു 2n നോട്ട് സ്ക്വയർ, പി ടി ഈക്വൽ ടു 0, ക്യൂ ടി ഈക്വൽ ടു 0 എന്നുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് വരുന്നത്. അപ്പം ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ് ടി ഈക്വൽ ടു 2p എന്നുള്ളത് ഒരു അൺനോൺ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്കതിൽ തന്നെ സെപ്പറബിൾ ഫോമിലല്ല. നമുക്കതിനെ ഇപ്പോഴുള്ള കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി ടി ഈക്വൽ ടു 0 എന്നുള്ളതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഈക്വൽ ടു എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതിനെ നമ്മൾ എക്സ് ടി ഈക്വൽ ടു 2p എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പി ടി ഈക്വൽ ടു 0 എന്നുള്ളതിനെ ആദ്യമായിട്ട് സോൾവ് ചെയ്യുന്നു, ക്യൂ ടി ഈക്വൽ ടു 0 എന്നുള്ളതിനെ. അപ്പോൾ പി ടി ഈക്വൽ ടു 0 എന്നുള്ളതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പി ഓഫ് ടി എസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നുള്ള ഫോമിൽ കിട്ടും. അപ്പം പി ടി ഈക്വൽ ടു 0 എന്നുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് ടി എസ് ഇസ് ഈക്വൽ ടു F1s എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് എന്നാണ് വരിക. കോൺസ്റ്റൻറ്റിനെ നമ്മൾ F1s എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ ക്യൂ ടി ഈക്വൽ ടു 0 എന്നുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ക്യൂ ഓഫ് ടി എസ് ഇസ് ഈക്വൽ ടു F2s എന്നുള്ള ഫോമിൽ കിട്ടും. യു ടി ഈക്വൽ ടു 2n നോട്ട് സ്ക്വയർ ആണ്. ഇവിടെ 2 ഞാൻ എഴുതിയിട്ടില്ല, 2n നോട്ട് സ്ക്വയർ എന്നാണ് വരുന്നത്. 2n നോട്ട് സ്ക്വയർ എന്നുള്ളതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ഓഫ് ടി എസ് ഇസ് ഈക്വൽ ടു 2n നോട്ട് സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ F3s എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ പി ഓഫ് 0s ഇസ് ഈക്വൽ ടു നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട് 2n നോട്ട് ബൈ റൂട്ട് 5 എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ F1s ഇസ് ഈക്വൽ ടു നമുക്ക് 2n നോട്ട് ബൈ റൂട്ട് 5 എന്ന് കിട്ടും. അതായത് പി ടി എസ് ഇസ് ഈക്വൽ ടു 2n നോട്ട് ബൈ റൂട്ട് 5 എന്ന് കിട്ടും. അതേപോലെ ക്യൂ ഓഫ് 0s ഇസ് ഈക്വൽ ടു മൈനസ് എൻ നോട്ട് ബൈ റൂട്ട് 5 ആണ്. അതുകൊണ്ട് ക്യൂ ടി എസ് ഇസ് ഈക്വൽ ടു മൈനസ് എൻ നോട്ട് ബൈ റൂട്ട് 5 എന്നുള്ള ഫോമിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ടി ഈക്വൽ ടു 2p എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. എക്സ് ടി ഈക്വൽ ടു 2p എന്ന് എന്നുള്ളതിൽ പിൻ്റെ വാല്യൂ നമുക്ക് എൻ നോട്ട് ബൈ പിൻ്റെ വാല്യൂ 2n നോട്ട് ബൈ റൂട്ട് 5 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 4n നോട്ട് ബൈ റൂട്ട് 5 എന്ന് കിട്ടും. എക്സ് ടി ഈക്വൽ ടു 4n നോട്ട് ബൈ റൂട്ട് 5 ഇൻറ്റു ടി പ്ലസ് F4s കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഫംഗ്ഷൻ ഓഫ് എസ് ആയിട്ട് എഴുതാം. അതേപോലെ വൈ ടി ഈക്വൽ ടു 2q എന്നുള്ളതിനെ നമുക്ക് ഇതേപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ഓഫ് ടി എസ് ഇസ് ഈക്വൽ ടു മൈനസ് എൻ നോട്ട് ബൈ റൂട്ട് 5 ഇൻറ്റു ടി പ്ലസ് F5s എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, നൗ യു ഓഫ് 0s ഇസ് ഈക്വൽ ടു 1, അവിടുന്ന് F3s ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഫോർ യു ടി എസ് ഇസ് ഈക്വൽ ടു 2n നോട്ട് സ്ക്വയർ ടി പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ എക്സ് ഓഫ് 0s ഇസ് ഈക്വൽ ടു എസ് ആണ്, F4s ഇസ് ഈക്വൽ ടു എസ് എന്ന് എഴുതാൻ പറ്റും. ഇക്വേഷൻ 6 വരുന്നത് നമ്മൾ എക്സ് ഓഫ് ടി എസ് ഇസ് ഈക്വൽ ടു 4n നോട്ട് ടി ബൈ
√5 ഇൻറ്റു ടി പ്ലസ് എസ് എന്നുള്ള ഫോമിൽ XTS എഴുതാൻ പറ്റും. അതേപോലെ y(0s) = 2s ആയതുകൊണ്ട് f(5s) = 2s എന്ന് എഴുതാം. y(TS) = -n0/√5 ഇൻറ്റു ടി പ്ലസ് 2s എന്നുള്ള ഫോമിൽ കിട്ടി. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദി ഇൻ്റഗ്രൽ സർഫസ് കിട്ടി. ഇൻ്റഗ്രൽ സർഫസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് കിട്ടി. x = 4n0t/√5 പ്ലസ് എസ്, y = -n0/√5 ഇൻറ്റു ടി പ്ലസ് എസ്, u = 2n02t plus 1, p = 2n0/√5, q = -n0/√5 എന്നുള്ള ഫോമിൽ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ 3 x, y, u എന്നുള്ളതിൽ നിന്ന് നമ്മൾ ടി എലിമിനേറ്റ് ചെയ്ത് എക്സിലും വൈയിലും ഉള്ള ഫംഗ്ഷനായിട്ട് u of x y = എ ഫംഗ്ഷൻ ഓഫ് യുവിനെ ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻസ് x = y = എന്നുള്ളത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2x = 8n0t/√5 പ്ലസ് 2s ഒരു ടി ഉള്ളൂ കേട്ടോ. 2s എന്ന് എഴുതി 2x - y എഴുതുന്ന സമയത്ത് നമുക്ക് ആ ഒരു 2s ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10n0t/√5 എന്നുള്ള ഫോമിൽ 2x - y = നമുക്ക് ഇതേ ഫോമിൽ കിട്ടും. ദാർഫോർ t = √5 t = ഇതിൽ നിന്ന് t = നമുക്ക് എഴുതുന്നത് √5 10n0 ഇൻറ്റു 2x - y എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ടിയുടെ വാല്യൂ കിട്ടി. അതിനെ നമുക്ക് u = 2n02 t plus 1 എന്നുള്ളതിൽ നമ്മൾ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാർഫോർ വി ക്യാൻ റൈറ്റ് u of x y = 2x - y n0/√5 ഇൻറ്റു 1 എന്നുള്ള ഫോമിൽ ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.